നിക്ക് എങ്ങോട്ടാ പോന്നേ? ഞാൻ ട്യൂഷന് പോവാ. ലൈസൻസ് ഒക്കെ ഉണ്ടോ? അതിന് വേണ്ടിക്ക് ലൈസൻസ് ആവശ്യമില്ല. അങ്ങനെയാണെങ്കിൽ ഇതിന് ഹെൽമെറ്റിന്റെ ആവശ്യമില്ലല്ലോ. അത് ഞാൻ എന്റെ സേഫ്റ്റിക്ക് വെക്കും. തൃശ്ശൂർ ജില്ലയിലെ അത്താണിയിലെ തൈലോസ് ഇലക്ട്രിക് വെഹിക്കിൾ എന്ന് പറയുന്ന ഒരു അടിപൊളി കമ്പനിയിലാണ്. അതായത് നമ്മൾ പല ഇലക്ട്രിക് സ്കൂട്ടറുകളും ഉണ്ടല്ലോ, അതൊക്കെ നിർമ്മിക്കുന്ന ഒരു കമ്പനിയാണ് ടൈലോസ് ഇലക്ട്രിക് വെഹിക്കിൾസ് എന്ന് പറയുന്നത്. ഇവിടെ നമുക്ക് ലൈസൻസും രജിസ്ട്രേഷനും ആവശ്യമില്ലാത്ത വെഹിക്കിളും അതേപോലെ തന്നെ രജിസ്ട്രേഷൻ ആവശ്യമുള്ള വെഹിക്കിൾസും ഒക്കെ ചെയ്യുന്ന ഒരു കമ്പനിയാണ് ടൈലോസ് ഇലക്ട്രിക് വെഹിക്കിൾസ് എന്ന് പറയുന്നത്. എന്തൊക്കെയാണ് ഇവിടെ വിശേഷം നമുക്കറിയാം. നേരെ കമ്പനിക്കകത്തേക്ക്. ടൈലോസ് കമ്പനിയുടെ മാനേജർ ജോമൻ ചേട്ടൻ ഇപ്പൊ കൂടെ ഉള്ളത്. ഈ കമ്പനി സ്റ്റാർട്ട് ചെയ്തിട്ട് എത്ര വർഷമായിട്ട്? ഇത് തുടങ്ങിയിട്ട് 2017 തുടങ്ങിയതാണ്. 2017 തുടങ്ങി ഇപ്പൊ 8 വർഷം പൂർത്തീകരിച്ചിരിക്കുകയാണ്. ഏതൊക്കെ ടൈപ്പ് വെഹിക്കിൾ ചെയ്യുന്നത്? നമുക്ക് രജിസ്ട്രേഷൻ ഉള്ളതും ഇല്ലാത്തതുമായ മോഡൽസ് ഉണ്ട്. ഏതൊക്കെ മോഡൽസ് നമുക്ക് പറയുകയാണെങ്കിൽ ഏറ്റവും ടോപ്പ് മോഡൽ വരുന്നത് ഡോ പ്രോ എന്ന മോഡലാണ്. അത് കഴിഞ്ഞ ഡോ പ്ലസ്, അത് കഴിഞ്ഞ ഡോ സ്പാരോ പ്ലസ്, ഫിനിക്സ് പ്ലസ് എന്നിങ്ങനെ മോഡലുകളാണ്. ടൈപ്പ് വരുന്നത്. അതെ, ഏറ്റവും ബേസ് മോഡൽ ഫിനിക്സ് എന്ന മോഡലാണ് ഇപ്പോൾ വരുന്നത്. ഇത് നമ്മുടെ പ്രൊഡക്ഷൻ കഴിഞ്ഞിരിക്കുന്ന വണ്ടികളാണ്. ഇത് നമ്മുടെ സ്പാരോ എന്ന് പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ വിറ്റ് പോകുന്ന ഒരു മോഡലാണ്. പിന്നെ അതിന്റെ ലേറ്റസ്റ്റ് വന്നിട്ടുണ്ട് സ്പാരോ പ്ലസ്. പിന്നെ നമ്മുടെ ഡോ പ്ലസ് പറഞ്ഞിട്ട് നമുക്ക് 4 കളേഴ്സ് വരുന്നുണ്ട്. ഇത് 4 കളറിൽ വരുന്നുണ്ട്. അതെ, ബ്ലൂ വരുന്നുണ്ട്, ബ്ലാക്ക് വരുന്നുണ്ട്, റെഡ് വരുന്നുണ്ട്, ലൈറ്റ് ബ്ലൂ കളർ വരുന്നുണ്ട്. ഈ ഫൈനൽ കാണുന്ന മോഡൽ ഡോ പ്രോ എന്ന മോഡലാണ്. ഇതിന്റെ 2 കളർ വരുന്നുണ്ട്. നമുക്ക് പുതിയ അത്യാവശ്യം നമുക്ക് റിവേഴ്സ് എടുക്കാൻ സാധിക്കും. അങ്ങനെ ഒരു ഓപ്ഷൻ കൂടി ഉണ്ട്. അതെ, ജസ്റ്റ് ആക്സിലേറ്റർ കൊടുത്തു കഴിഞ്ഞാൽ ബാക്കിലേക്ക് പോകും, പുറകോട്ട് പോകും. അപ്പോൾ ഒരാളെ സഹായം ഇല്ലാണ്ട് കുറച്ച് പുറകോട്ടിരിക്കാൻ നല്ല സൗകര്യമാണ്. ഇത് ലൈസൻസ് വേണ്ടാത്ത സെഗ്മെന്റ് ആയതുകൊണ്ട് ഒരു വീട്ടിലെ എല്ലാവർക്കും യൂസ് ചെയ്യാവുന്ന ഒരു കൺസെപ്റ്റാണ് നമ്മൾ പ്രൊഡക്ഷൻ തുടങ്ങിയിരിക്കുന്നത്. അതിൽ നമുക്ക് കുട്ടികൾക്ക് സ്കൂളിൽ പോകണം, കോളേജിൽ പോകണം, കുട്ടികൾക്ക് ഗ്രാൻഡ് പാരന്റ്സ്, ഇനി സൂപ്പർ മാർക്കറ്റിൽ പോകണം, ഹൗസ് വൈഫിന് എല്ലാവർക്കും പള്ളിയിൽ പോകണം, അമ്പലത്തിൽ പോകണം, എല്ലാ കാര്യങ്ങൾക്കും ഇത് നമുക്കത് വളരെ യൂസ്ഫുൾ ആണ്. ലൈസൻസ് ഇല്ല വേണ്ട എന്നുള്ളത് വലിയൊരു സന്തോഷമുള്ള കാര്യം കൂടിയാണ്. ലൈസൻസ് വേണ്ട എന്നുള്ള സംവിധാനത്തിനൊപ്പം തന്നെ ഇതിന് സ്പീഡ് ലിമിറ്റ് 25 കിലോമീറ്ററേ ഉള്ളൂ. അപ്പൊ അതുകൊണ്ട് അത് പ്രൊട്ടക്റ്റഡ് ആണ്. അതുകൊണ്ടാണ് നന്നായിട്ട് അത് പ്രൊമോട്ട് ചെയ്യാൻ നമുക്ക് പറ്റുന്നത്. അപ്പൊ ഇതിൽ നമുക്ക് ഈ ഹെൽമെറ്റ് അതേപോലെ മറ്റുള്ള കാര്യങ്ങളൊക്കെ ഇതിന് ആവശ്യം വരുന്നുണ്ടോ? ഹെൽമെറ്റും അതുമാതിരി ലൈസൻസ്, ഇൻഷുറൻസ് ഒന്നും റെഗുലേറ്ററി റിക്വയർമെന്റ് പ്രകാരം ആവശ്യമില്ലെങ്കിലും നമ്മൾ സോഷ്യൽ കമ്മിറ്റ്മെന്റ് കൊണ്ട് നമ്മൾ കസ്റ്റമർക്ക് പറയാറുണ്ട് അത് ഹെൽമെറ്റ് വെച്ച് ഓടിക്കാൻ പാടുള്ളൂ, അല്ലെങ്കിൽ ഇൻഷുറൻസ് എടുത്തോളൂ. അതെല്ലാം നമുക്ക് ഫാമിലിനെ പ്രൊട്ടക്ട് ചെയ്യുന്ന കാര്യങ്ങളാണ്.